ജില്ലാ സമ്മേളനത്തിൽ വനം മന്ത്രി എ.കെ. ശശീന്ദ്രനും മുഖ്യമന്ത്രിക്കും വിമർശനം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രി ഇടപെടുന്നില്ലെന്ന് പ്രതിനിധികൾ. വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല. പാർട്ടി മന്ത്രിസ്ഥാനത്ത് നിന്നും മാറാൻ ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി ശശീന്ദ്രനെ പിടിച്ചു നിർത്തിയെന്ന് പറയുന്നു. വനം വകുപ്പിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇടപെടാതിരിക്കുന്നത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയെന്നും പ്രതിനിധികൾ പറയുകയാണ്. സരീഷ് പിക്കുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. പ്രതിനിധികൾ അതിരൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനും ഒപ്പം മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമെതിരെ അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാസർഗോഡ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയ പോരായ്മകൾ? കഴിഞ്ഞ 2 ദിവസമായി മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഈ CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത്. ഇന്നലെ മന്ത്രിമാരാരും അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം പൊതുചർച്ചയിൽ പറഞ്ഞിരുന്നത് മന്ത്രിമാരാരും തന്നെ ജില്ലയെ കൃത്യമായി നോക്കുന്നില്ല, അല്ലെങ്കിൽ ജില്ലയിൽ എത്താൻ പോലും മന്ത്രിമാർ തയ്യാറാവുന്നില്ല, ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നെങ്കിൽ ഇന്നലെ നടന്ന പൊതുചർച്ചയിൽ വനം മന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമാണ് രൂക്ഷമായ വിമർശനം ഉയർന്നത്. അത് ഈ വനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഈ വനത്തിൽ നിന്നും ഈ വന്യജീവികൾ പുറത്തേക്ക് എത്തുകയും മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലും അത്തരത്തിൽ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മന്ത്രി കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിർദ്ദേശം നൽകാനോ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വാഹനങ്ങളും ഉപകരണങ്ങളും നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വലിയ വിമർശനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുന്നില്ല. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സ്ത്രീയെ നരഭോജി കടുവ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി ഇടപെട്ടില്ല. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യത്തിന് ഫണ്ട് നൽകുന്നില്ല. ഇങ്ങനെ പോയാൽ മലയോര മേഖലയിൽ സ്വാധീനം നഷ്ടമാകും എന്നാണ് പ്രതിനിധികൾ പറഞ്ഞത്. അത് കൃത്യമായി ഈ കാറടുക്ക ഏരിയയിലെ അല്ലെങ്കിൽ മേലെടുക്ക ഏരിയയിലെ പ്രതിനിധികളാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖലയിൽ പുലി ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയും വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിട്ടും ഈ മുഖ്യമന്ത്രി ശശീന്ദ്രനെ പിടിച്ചു നിർത്തുന്നു എന്നൊരു വിമർശനമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. പാർട്ടി പലതവണ ദേശീയ നേതൃത്വം പോലും ശശീന്ദ്രനെ മാറ്റണം, പകരം മറ്റൊരാളെ മന്ത്രിയാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പാർട്ടി നേതാക്കളുമായി ദേശീയ നേതാക്കളുമായും എല്ലാം ഈ കാര്യം CPM-ന്റെ ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഈ NCPയുടെ നേതൃത്വം തന്നെ ചർച്ച നടത്തി. പക്ഷേ മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ് ആ ശശീന്ദ്രനെ മാറ്റാതിരിക്കാൻ കാരണം. അത് ശരിയല്ല. വനംവകുപ്പിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിശദീകരണം ചോദിക്കാനോ പോലും തയ്യാറാവുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളിൽ ഇതൊക്കെ അപമതിപ്പുണ്ടാക്കുന്നുണ്ട്. നിലവിൽ പല വകുപ്പുകളും കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ വനം വകുപ്പ്, പ്രത്യേകിച്ച് ഘടകകക്ഷിക്ക് വനം വകുപ്പ് നൽകിയത് തന്നെ തെറ്റായിരുന്നു എന്ന് കഴിഞ്ഞ സമ്മേളനത്തിൽ ശരി സരീഷ്, കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ വനം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വിമർശനം. NCPക്ക് വനം മന്ത്രി സ്ഥാനം നൽകിയതിലടക്കം പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്ന് സരീഷ് PK.